ഇന്ന് പരിചയപ്പെടാനുള്ള വണ്ടി ഫുള്ളി ടോയ് പർപ്പസ് മാത്രമുള്ള ഒരു ജി വാഗണാണ്. ജി വാഗണിൻ്റെ മോഡലാണ്. ഫ്രണ്ടിൽ നല്ല രണ്ട് ഗ്രില്ല് വരുന്നുണ്ട്, ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് യൂണിറ്റ് ഇതിന് വന്നിട്ടില്ല, ഗ്രില്ലുണ്ട്. സെയിം ജി വാഗണിൻ്റെ തന്നെ അത് ബെൻസിൻ്റെ അതേ ലോഗോട് കൂടിയിട്ട് ഒരു ലോഗോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നത് മുകളിലാണ്. പിന്നെ വരുന്നത് ഒരു സ്പോയിലർ ഉണ്ട്. അതുപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ജി വാഗണിന് വരുന്ന പോലെ തന്നെ സ്റ്റെപ്പിന് വരുത്തുന്നുണ്ട്. ഫുള്ളി ഡീറ്റെയിൽ വർക്ക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വർക്കിലുള്ള വണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് വരുന്നത് ഫ്രണ്ട് 2 ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. 5 ഡോർ വണ്ടിയാണെങ്കിൽ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി ഉള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഷോക്ക് അബ്സോർബർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫുള്ളി മെറ്റൽ പാർട്സ് ആണ് വരുന്നത്. പിന്നെ ഒരു സ്പോയിലർ വരുന്നുണ്ട്. സ്പോയിലർ കുഴപ്പമില്ലാത്ത രീതിയിൽ ജി വാഗണിന് വരുന്ന അതേ ഒരു ടൈപ്പ് തന്നെയാണ് സ്പോയിലർ വരുന്നത്. മെറ്റൽ പാർട്സ് ആണ് മൊത്തം വരുന്നത്. വണ്ടി മൊത്തം മെറ്റൽ പാർട്സ് ആണ് ഉള്ളിൽ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഓക്കെ, ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ സ്റ്റെയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സീറ്റ് ഉണ്ട്, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിലും സീറ്റ് വരുന്നുണ്ട്. ബാക്ക് ഓപ്പൺ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബാക്കിലും സീറ്റ് വരുന്നുണ്ട് ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അലോയ് ഒക്കെ നല്ല അടിപൊളി അലോയാണ്. 2 എക്സോസ്റ്റ് വരുന്നുണ്ട്. എക്സോസ്റ്റ് 2 സൈഡിലും വരുന്നുണ്ട്. സെയിം ജി വാഗണിൻ്റെ അതേപോലെ തന്നെ വരുന്ന എക്സോസ്റ്റ് ആണുള്ളത്, പക്ഷെ അത് ഡമ്മി പീസാണ്. ഇത് പർപ്പസ് ഓൺലി ടോയ് പർപ്പസ് മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ ബാറ്ററി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ടോയ് പർപ്പസ് മാത്രമായിട്ട് വരുന്ന വണ്ടിയാണിത്. ഒരു മോഡൽ കാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് വണ്ടി.